ഇന്ന് കേരളത്തിൽ ജിഹാദികൾക്കും വെളിച്ചത്തിനും അനുകൂലമായി പ്രവർത്തിക്കാൻ പറ്റിയ ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അവർക്ക് രണ്ട് കൈ നീട്ടി സ്വീകരണം നൽകുകയാണ് പിണറായി സർക്കാർ. അതിന്റെ അവസാനത്തെ ഉദാഹരണമായി മാറുകയാണ് പിണറായി വകുപ്പിന് കീഴിലെ ഒരു വനിതാ ഉദ്യോഗസ്ഥ. അവർ ജിഹാദി പ്രവർത്തനം നടത്തുന്ന രീതിയിലാണ് അവരുടെ നിലപാടുകളും പെരുമാറ്റവും പ്രഖ്യാപനങ്ങളും പ്രസംഗവും. അവർ ചിലർക്ക് വേണ്ടി, ഒരു സമുദായത്തിന് വേണ്ടി, ഒരു മതത്തിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പ് നിർമ്മിക്കുകയാണ്. അതവർ നിർമ്മിച്ചോട്ടെ, അവരുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കാമല്ലോ. പക്ഷെ അത് മറ്റുള്ളവരുടെ നെഞ്ചത്തേക്ക് കയറുമ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. അവർ ഒരു പ്രസംഗത്തിൽ യേശുവിനെയും അതോടൊപ്പം തന്നെ കൃഷ്ണനെയും അപമാനിക്കുന്ന രീതിയിലേക്കുള്ള ഒരു നീക്കത്തിലേക്ക് കടന്നിരിക്കുകയാണ്. രണ്ടു മതത്തെയും, തന്റെ മതത്തെ ഉയർത്തിക്കാട്ടി തന്റെ മതമാണ് ശരി, മറ്റുള്ള മതത്തെ പരിഹസിച്ചുകൊണ്ട് പ്രസംഗം നടത്തിയിരിക്കുകയാണ്. ഇതിനെതിരെ എന്തായാലും പല സംഘടനകളും, പ്രതിപക്ഷ സംഘടനകൾ രംഗത്ത് വന്നിട്ടുണ്ട്. അവർ ചീഫ് സെക്രട്ടറിക്ക് ഈ വനിതാ ഉദ്യോഗസ്ഥക്കെതിരെ പരാതി നൽകിയിട്ടുണ്ട്. ഈ പരാതികൾ നാം മുൻപും കണ്ടിട്ടുണ്ട്. പരാതി ആരെ കയ്യിലാണ് എത്തുന്നത്? സഖാവ് പിണറായി വിജയന്റെ കയ്യിലല്ലേ. സഖാവ് പിണറായി വിജയൻ വോട്ട് നേടാനായും അതോടൊപ്പം തന്നെ അത് വോട്ട് നേടാൻ വേണ്ടി മാത്രമാണോ എന്നുള്ളത് സംശയമാണ്. നാം ഇപ്പോൾ തമിഴ്നാട്ടിലെ DMK സർക്കാരുമായി ബന്ധപ്പെട്ട് സ്റ്റാലിന്റെ മകൻ ഉദയനിധി സ്റ്റാലിൻ അവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി, ഒരു പ്രത്യേക ന്യൂനപക്ഷത്തിന് വേണ്ടി വലിയ സ്നേഹമാണ്. അത് ചിലർ പറയുന്നത് ആ മതത്തിലേക്ക് ഇദ്ദേഹം പരിവർത്തനം ചെയ്തു എന്നാണ്. അങ്ങനെ നമ്മുടെ പിണറായി വിജയനും ഹിന്ദു മതത്തിൽ നിന്നും മറ്റൊരു മതത്തിലേക്ക് പരിവർത്തനം ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം അറിയില്ല. പക്ഷെ അത്തരത്തിലുള്ള നിലപാടുകളാണ് തുടർച്ചയായി തന്നെ ഉണ്ടാകുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് നാം കൃത്യമായി കണ്ടല്ലോ അദ്ദേഹത്തിന്റെ ഇത്തരം രീതികൾ. എന്തിന് ഇപ്പോൾ കേരളം മുഴുവൻ ചർച്ച ചെയ്യുന്നത് അയ്യപ്പ സംഗമത്തെ കുറിച്ചാണല്ലോ. അയ്യപ്പ സംഗമത്തിലേക്ക് തന്നെ വരാം. പല ക്ലിപ്പുകളും പ്രചരിക്കുന്നുണ്ടല്ലോ. അദ്ദേഹം ഈ അയ്യപ്പനെ, ഒരു മറ്റു മതത്തിലെ വിശ്വാസികൾ പോലും അയ്യപ്പനെ ഇത്രയും മോശമായി ചിത്രീകരിക്കില്ല, അയ്യപ്പനെ ഇത്രയും മോശമായി എതിർക്കില്ല. അദ്ദേഹം പറയുകയാണ്, അവിടുത്തെ മേൽശാന്തി ഉൾപ്പെടെ, അവിടുത്തെ പൂജാരിമാർ ഉൾപ്പെടെ അദ്ദേഹം പറയുകയാണ്. പിന്നീട് ഈ ഭക്തജനങ്ങളെ വെല്ലുവിളിക്കുന്ന അദ്ദേഹത്തിന്റെ വലിയൊരു പ്രഖ്യാപനമുണ്ട്, ഒരു പ്രസംഗമുണ്ട്. രണ്ട് സ്ത്രീകൾ കയറിയപ്പോൾ ഹർത്താൽ, അതിനുശേഷം ഒരു സ്ത്രീ കയറിയെന്ന് ഈ പിണറായി വിജയനും പരിവാരങ്ങളും പറഞ്ഞു പരത്തിയല്ലോ. രണ്ട് സ്ത്രീകൾക്ക് പുറമെ മറ്റൊരു സ്ത്രീയും കയറിയെന്ന്. പിന്നീട് അങ്ങനെ സംഭവിച്ചിട്ടില്ലെന്ന് വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ട്. അതിനുശേഷം ഉണ്ടായ പ്രഖ്യാപനമാണ്, രണ്ട് സ്ത്രീകൾ കയറിയപ്പോൾ നിങ്ങൾ ഹർത്താൽ നടത്തും. എന്താ ഒരു സ്ത്രീ കയറിയപ്പോൾ ഈ ഹർത്താൽ നടത്താത്തതെന്ന് അദ്ദേഹത്തിന്റെ ചോദ്യമാണ്. ഇപ്പോൾ ചോദ്യമെല്ലാം കണ്ട് ഇപ്പോൾ ഇനി അയ്യപ്പന്റെ അവിടെ പമ്പാ നദിയുടെ താഴെ വന്ന് അദ്ദേഹം ഇരിക്കുന്നത് നമുക്ക് കാണാം. അത്തരത്തിലുള്ള ഒരു വോട്ടിന് വേണ്ടിയുള്ള ഗിമ്മിക്കുകളെല്ലാം നടത്തുന്നുണ്ട്. പക്ഷേ ഇത്തരം പ്രവർത്തനങ്ങൾ അദ്ദേഹം ചെയ്യുക മാത്രമല്ല, അത്തരം ഹിന്ദു വിരുദ്ധത, സനാതന വിരുദ്ധത, ഹൈന്ദവ വിരുദ്ധത, ഈ ഹിന്ദുക്കളെയും ഇത്തരം ആചാരങ്ങളെ കാണുമ്പോൾ എന്താണ് പിണറായി വിജയനും അദ്ദേഹത്തിന്റെ പരിവാരങ്ങൾക്കും ഇത്ര ചൊറിച്ചിൽ? കാരണം ഈ ഹിന്ദുക്കൾ അദ്ദേഹത്തിന്റെ നെഞ്ചത്ത് കയറുന്നുണ്ടോ? ആ രീതിയിൽ അവർ സ്വന്തം ജീവിതവുമായി മുന്നോട്ട് പോകാൻ ശ്രമിക്കുമ്പോഴാണ് ആ മതത്തെ തകർക്കാനുള്ള വലിയ ശ്രമം നടത്തുന്നത്. അതിന്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ ഈ ജിഹാദിയായ ഒരു ഉദ്യോഗസ്ഥ, വനിതാ ഉദ്യോഗസ്ഥ ഇത്തരത്തിലുള്ള ഒരു പ്രസംഗവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. എന്തായാലും ഇതിനെതിരെ കൃത്യമായി തന്നെ നടപടി ഉണ്ടാകണം, അല്ലെങ്കിൽ ഈ സംഘടനകൾ കൃത്യമായി പ്രതിഷേധിക്കണം. ഇത് തുടർക്കഥയാകുകയാണെങ്കിൽ എന്താ കേരളത്തില് മറ്റു മതങ്ങൾക്ക് ജീവിക്കണ്ടേ? ഇനി അവർക്ക് വേണ്ടി ഇത് എഴുതി കൊടുക്കേണ്ട അവസ്ഥയാകുമോ? ഒരു ജമ്മു കാശ്മീരിന്റെ ചരിത്രം നമുക്കറിയാമല്ലോ. ഒരു മതവിഭാഗത്തെ അവിടെ നിന്നും തല്ലി പുറത്താക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ. അവർ ഇപ്പോൾ ഡൽഹിയിലെ ചേരികളിലും അതോടൊപ്പം തന്നെ വല്ലതും ഈ ചാലുകൾക്ക് സമീപമെല്ലാം കിടന്നുറങ്ങുന്നത് പോലെ മലയാളികളും ഇവിടുത്തെ ഭൂരിപക്ഷവും മറ്റൊരു ന്യൂനപക്ഷവും തമിഴ്നാട്ടിലോ കർണാടകയിലോ പോയി അവിടുത്തെ ചേരിയിൽ താമസിക്കണമെന്നാണോ നമ്മുടെ സഖാക്കളും അതോടൊപ്പം തന്നെ സഖാവ് പിണറായി വിജയനും ആഗ്രഹിക്കുന്നത്? അങ്ങനെ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ തുറന്നു പറയൂ. അതിനുള്ള തയ്യാറെടുപ്പുകൾ ഇപ്പോഴും നടപ്പിലാക്കാമല്ലോ. ഈ ചിലപ്പോൾ ഭൂകമ്പം വരും മുൻപും അതോടൊപ്പം തന്നെ ഈ വെള്ളപ്പൊക്കം വരും മുമ്പും അതോടൊപ്പം ഈ മറ്റു ഉരുൾപൊട്ടൽ വരും മുമ്പും ജാഗ്രതാ നിർദ്ദേശം നൽകുമല്ലോ, മുന്നറിയിപ്പ് നൽകുമല്ലോ. എന്തിനു മഴ വരുമ്പോൾ പോലും ഇപ്പോൾ റെഡ് അലർട്ട് പ്രഖ്യാപിക്കുന്നില്ലേ? അങ്ങനെ ഒരു അലർട്ട് പ്രഖ്യാപിക്കൂ. ഞങ്ങൾ സഖാക്കൾ തീരുമാനിച്ചു, രണ്ട് വിഭാഗങ്ങൾ ഇനി കേരളത്തിൽ വേണ്ട, അവർക്കെതിരെ ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ ഉണ്ടാകുമെന്ന്, ആ രീതിയിലേക്കുള്ള പ്രവർത്തനമാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ അതിനു മുൻപ് തന്നെ തയ്യാറെടുത്തോളൂ. ഇപ്പോൾ നമുക്ക് സ്ഥലങ്ങൾ കണ്ടുവയ്ക്കാമല്ലോ. എന്തായാലും ഇതിനെതിരെ ഇപ്പോൾ പരാതി ഉയർന്നിട്ടുണ്ട്. അത്തരത്തിലുള്ള പ്രസംഗത്തെക്കുറിച്ച് ഞാനിവിടെ സൂചിപ്പിക്കുന്നില്ല. അതിൽ കൃത്യമായി ചില മാധ്യമങ്ങൾ ഇപ്പോൾ അതിന്റെ വിവരങ്ങളും അത്രയും ഡീറ്റെയിൽസുകൾ പുറത്തുവിട്ടിട്ടുണ്ട്. അത് നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാകും
ഈ ഉദ്യോഗസ്ഥ പിണറായിയുടെ കീഴിലുള്ള ഉദ്യോഗസ്ഥ എത്രത്തോളം വർഗീയവാദിയാണ്, അവരുടെ മനസ്സിൽ എത്രത്തോളം മാലിന്യം അടിഞ്ഞു ചേർന്നിട്ടുണ്ട് എന്ന രീതിയിലേക്കുള്ള ആ പ്രസ്താവന കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കൃഷ്ണനെയും യേശുവിനെ അപമാനിക്കുകയാണ്. തിരുവനന്തപുരത്ത് ഒരു പള്ളിയുമായി ബന്ധപ്പെട്ടാണ് ഈ സ്ത്രീ, ഈ മുസ്ലിം വനിത യേശുവിനെ അപമാനിച്ചിരിക്കുന്നത്. ഇപ്പോൾ കേരളത്തിലുണ്ടാകുന്ന ഒരു മാറ്റമുണ്ടല്ലോ. നമുക്ക് BJP രാഷ്ട്രീയം, അവരുടെ രാഷ്ട്രീയ പാർട്ടിയാണ്, എന്നാൽ പൊതുവിലുണ്ടാകുന്ന ഒരു മാറ്റമുണ്ടല്ലോ. ഒരു ഹിന്ദു ക്രിസ്ത്യൻ ഐക്യം കണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസ് പാർട്ടി ഹാലിളകുകയാണ്, അവർ നിലവിളിക്കുകയാണ്. അങ്ങനെ എന്തുകൊണ്ട് BJPക്ക് അവിടെ BJPയും അതോടൊപ്പം തന്നെ ഈ രണ്ട് മതവിഭാഗങ്ങളും ഒന്നിക്കുന്നു? അവർക്ക് ഇവിടെ ജീവിക്കണ്ടേ? കാരണം പിണറായിയുടെ കീഴിൽ ഇത്ര ഉദ്യോഗസ്ഥർ നിയന്ത്രിക്കുകയാണ്. ഈ പിണറായിയുടെ കീഴിൽ പോലെ പോപ്പുലർ ഫണ്ടിനും അതോടൊപ്പം തന്നെ ഇത്തരം ജിഹാദികൾക്കും പ്രവർത്തിക്കാൻ അനുകൂലമായ ഒരു സാഹചര്യം ജമ്മു കാശ്മീർ പോലും ഇല്ല. അത് നാം കണ്ടതാണല്ലോ. പോപ്പുലർ ഫണ്ടിന്റെ നേതാക്കൾ വിളിക്കുകയാണ്, അവലും മലരും കുന്തിരിക്കും കാത്തു വച്ചോളൂ. പിന്നീട് ജോസഫ് മാഷിന്റെ കൈവെട്ടുകയാണ്. കാസർഗോഡ് പല തെരുവുകളിലും ഹിന്ദുക്കൾക്കെതിരെ മുദ്രാവാക്യങ്ങൾ വിളിക്കുകയാണ്. അങ്ങനെ കൃത്യമായ ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാരാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു മതേതര സർക്കാരാണെങ്കിൽ കൃത്യമായി നടപടിയെടുക്കണം, അവരെ അറസ്റ്റ് ചെയ്യണം. അല്ലാതെ PC ജോർജിനെ 30-40 വർഷമായി ഈ കേരളത്തിന്റെ MLA നിന്നിട്ടുള്ള PC ജോർജിനെ പിടിക്കാനായി പട്ടാളം വരുന്നു, പോലീസ് വരുന്നു, പിണറായിപ്പട ഇറങ്ങി വരുന്നു. അങ്ങനെ ഇറങ്ങി വന്നിട്ട് അദ്ദേഹത്തെ പിടിച്ചിട്ട് കൊണ്ട് എന്താണ് കാര്യം? അങ്ങനെ അദ്ദേഹം ചില കാര്യങ്ങളാണ് ചൂണ്ടിക്കാട്ടുന്നത്. പാലാ ബിഷപ്പുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നാർക്കോട്ടിക് ജിഹാദിനെ കുറിച്ച് പറഞ്ഞു, ലവ് ജിഹാദിനെ കുറിച്ച് പറഞ്ഞു. നിങ്ങൾ അതാണ് പരിശോധിക്കാനുള്ളത്. നാർക്കോട്ടിക് ജിഹാദ് കുറിച്ച് പറയുമ്പോൾ അങ്ങനെ സംഭവം ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അത് പഠിക്കാൻ ശ്രമിക്കൂ. നാർക്കോട്ടിക് ജിഹാദ് ഇല്ലെങ്കിൽ ഈ നാർക്കോട്ടിക് കേസുകൾ വർദ്ധിച്ചു എന്നെങ്കിൽ അവസാനം നിങ്ങൾ സമ്മതിക്കേണ്ടി വന്നല്ലോ. അതുകൊണ്ടല്ലേ പിണറായി വിജയനും പരിവാരങ്ങളും ഇറങ്ങി, നേതാക്കളും ഇറങ്ങി ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നടത്തേണ്ട ഗതികേടിലേക്ക് എത്തിയത്. കോടാനുകോടി രൂപയുടെ നാർക്കോട്ടിക് MDMAയും മയക്കുമരുന്നും കേരളത്തിലേക്ക് ഒഴുകുകയാണ്. ഇത് ബിഷപ്പുമാർ തുറന്നു പറഞ്ഞാൽ അവരെ വർഗീയവാദികളാക്കുകയാണ്. യുവതലമുറ നശിക്കുന്നു. അവരുടെ കയ്യിൽ പണ്ട് എല്ലാ പെട്ടിക്കടയിലും ബീഡി ഉണ്ടായിരുന്നത് പോലെയല്ലേ ഇപ്പോൾ MDMA ലഭിക്കുന്നത്, മയക്കുമരുന്ന് ലഭിക്കുന്നത്. അത് തടയിടാനുള്ളതിൽ പിന്നെ ആ പള്ളിയിലച്ചന്മാരുടെ നെഞ്ചത്ത് കയറിയിട്ട് എന്താണ് കാര്യം? അങ്ങനെ പള്ളിയിലച്ചന്മാരുടെ നെഞ്ചത്ത് കയറാൻ വരുന്ന SDP-ക്കും പോപ്പുലർ ഫണ്ടിനും വലിയ പിന്തുണയല്ലേ ഇവിടെ ലഭിക്കുന്നത്. പോലീസ് കണ്ണുമടച്ച് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. പോലീസിന് ഇപ്പോൾ പരിപാടി എന്താണ്? അവർക്ക് വേറെ പരിപാടിയുമില്ല. നമ്മുടെ സഖാവ് പിണറായി വിജയന് വലിയ സുരക്ഷ നൽകണം, അദ്ദേഹത്തിനെതിരെ ആരെങ്കിലും പ്രതിഷേധിക്കാൻ രംഗത്തിറങ്ങി അവർക്ക് മേൽ രക്ഷാപ്രവർത്തനം നടത്തണം, അവരെ കുനിച്ചു നിർത്തി ഇടിക്കണം, അതോടൊപ്പം തന്നെ അവരെ നഗ്നരാക്കി ജയിലിൽ സ്റ്റേഷനിൽ ഇടണം. ആ രീതിയിലേക്കുള്ള ഒരു പുതിയൊരു മാറ്റമാണ് ഉണ്ടായിരിക്കുന്നത്. ഇനി കുറച്ചുനാൾ കഴിഞ്ഞിട്ട് ഈ പോക്കാണെങ്കിൽ നമുക്ക് തന്നെ, ഈ കേരളത്തിലെ ജനങ്ങൾക്ക് തന്നെ സംശയകരമായി മാറും. ഇതെന്താ ശരിയത്ത് നിയമമാണോ കേരളത്തിൽ ഉണ്ടായിരിക്കുന്ന സംശയത്തിലേക്കായിരിക്കും പോകുന്നത്. പക്ഷേ എല്ലാത്തിനും ഒരു പരിധിയുണ്ട്. അതാണല്ലോ നാം ജമ്മു കാശ്മീരിൽ കണ്ടത്. ഞാൻ തുടക്കം പറഞ്ഞതുപോലെ തന്നെ പണ്ഡിറ്റുകളെ അവിടെ നിന്നും വലിയ രീതിയിൽ ഒതുക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ അവരെ കൺട്രോൾ ചെയ്യാൻ കേന്ദ്ര സർക്കാരിന് കഴിഞ്ഞില്ലേ? അത്തരത്തിലുള്ള ഒരു മാറ്റം തന്നെയായിരിക്കും കേരളത്തിലും ഉണ്ടാകുക. BJP വരണ്ട, ഓക്കെ, എല്ലാ ജനങ്ങളും പറയുന്നത് പോലെ അവർ വർഗീയ പാർട്ടിയാണ്, BJP വരണ്ട. പക്ഷേ BJPയെ വരുത്താനുള്ള രീതികളല്ലേ ഇവിടുത്തെ ഇടതുപക്ഷവും അതോടൊപ്പം തന്നെ പിണറായിയും ചെയ്തു കൂട്ടുന്നത്. ശബരിമല പ്രക്ഷോഭം, ശബരിമലയിൽ ഇങ്ങനെ ഒരു യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട ഒരു വിധി ഉണ്ടാകുന്നു. പിണറായി വിജയൻ ചാടി ഇറങ്ങി അത് നടപ്പിലാക്കിയപ്പോൾ എന്താണ് സംഭവിച്ചത്? പന്തളം മുനിസിപ്പാലിറ്റി BJP ഭരിക്കുന്നു. അങ്ങനെ ഒരു വലിയ മാറ്റമുണ്ടായി. അല്ലാത്ത സാഹചര്യത്തിൽ ഒരു 10-15 കൊല്ലം കഴിഞ്ഞാൽ പോലും ഈ പന്തളം മുനിസിപ്പാലിറ്റിയിൽ BJPക്ക് ഭരണം നടത്താൻ കഴിയില്ലായിരുന്നു. പക്ഷെ ഒറ്റയടിക്ക് ആ പന്തളം നഗരസഭ BJPയുടെ കയ്യിൽ ഏൽപ്പിക്കാൻ പിണറായിക്ക് കഴിഞ്ഞു. അത് തന്നെയാണ് ഇനി കേരളത്തിൽ സംഭവിക്കുന്നത്. പിണറായി ഭരണം ഇനി തുടരുകയാണെങ്കിൽ ഒറ്റയടിക്ക് തന്നെ BJPയുടെ കയ്യിലേക്ക് കേരളത്തിന്റെ ഭരണവും സഖാവ് എത്തിച്ചിരിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.